കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും മന്ന. ഇനി ഞാൻ ആരും വിളിക്കും. അല്ല, ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കണ കൊച്ചിനെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇവൻ്റെ സഹോദരനിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. അവൻ അഭിനയം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കരച്ചിൽ യഥാർത്ഥത്തിൽ കരയുമല്ല, അഭിനയമാണ് എന്നുള്ളൊരു കാര്യം അതങ്ങനെ തന്നെ ഇപ്പം നടന്നേക്കുവാണ്. അവനാണ് മെയിൻ ഈ ഒരു കുട്ടി ഇത്ര ഉപയോഗിച്ച ഒരു വ്യക്തി. അതുപോലെ തന്നെ ഈ ഒരു സഹോദരൻ്റെ ഭാര്യയുടെ കൂടെ റിലേഷൻ വരെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതെന്തായാലും ആ ഒരു അമ്മ, അതായത് സ്ത്രീ പറഞ്ഞാൽ മാത്രമേ വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഞാനൊരു അമ്മയെന്നൊക്കെ വേർഡ് യൂസ് ചെയ്ത് നമുക്കിവിടെ യൂട്യൂബിൽ കുറച്ച് പോളിസിയൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ വേറെയാണ് വിളിക്കേണ്ട. ആ ഒരു പേരിന് പോലും അർഹതയായിട്ടുള്ള ഒരു വ്യക്തിയല്ല ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അത്രമാത്രം ക്രൂരയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു ഭർത്താവിൻ്റെ സഹോദരൻ. ഈ ഒരു കുട്ടിയെ 2 വർഷത്തോളമൊക്കെ ഉപയോഗിക്കുന്ന കാര്യം ഇവർക്കറിയായിരുന്നു. എന്നിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാനോ ഒന്നും തന്നെ നേരിട്ട് ഇറങ്ങാത്തൊരു അമ്മ എന്ന് പറയുന്ന വാക്കിന് തന്നെ നാണക്കേടായിട്ടുള്ളൊരു സ്ത്രീയാണ് അവർ. എന്നിട്ട് അവസാനം ഒരു കുട്ടിയോട് കാണിച്ചത് അതിലും വലിയൊരു ക്രൂരതയാണ്. എന്നിട്ട് ഇപ്പോൾ കുറേയധികം പേര് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് പറയുന്നുണ്ട്, ആ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് വരുന്നത്. എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു കുട്ടിയുടെ ഇത് കണക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു സഹോദരൻ നിറഞ്ഞ സമയത്ത് പോലും പ്രതികരിക്കാത്തൊരു സ്ത്രീ. അവരെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കാൻ ആൾക്കാരെന്തിനാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിനെതിരെ പ്രതികരിക്കണമായിരുന്നു. ആ ഒരു കുട്ടിക്കെതിരെ വന്നവനെ അടിക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു. അടിച്ച് മേലി കുട്ടിയുടെ ദേഹത്തൊന്നും തൊടുക പോലും ചെയ്യരുതെന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തൊരമ്മയാണ് അവർ. എന്തായാലും ഇവരും അവനും തമ്മിൽ എന്തോ റിലേഷനുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവം നടന്നിട്ട് ഒന്നും മിണ്ടാതെ ആ ഒരു സ്ത്രീ ഇരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോഴേ ഇവൻ്റെ പേരിൽ ഡൗട്ട് പറഞ്ഞ് അതങ്ങനെ തന്നെ നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവനാണ് അതിൻ്റെ മെയിനായിട്ട്. ആ ഒരു സ്വന്തം സഹോദരൻ്റെ കുട്ടിയെടുത്താണ് ഇത് ചെയ്തതെന്ന് ആലോചിക്കണം. നമുക്ക് ഇങ്ങനെ സഹോദരങ്ങൾ, അവർക്ക് കുട്ടികളും ഒക്കെ ഉണ്ടാവും. ഇതേ കണക്ക് നമ്മളവരെ എടുക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇനി ആൾക്കാരത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനത്തുള്ള ഓരോ കേസുകളൊക്കെ വരുന്ന സമയത്ത് ആരെയാണ് വിശ്വസിക്കുക? സ്വന്തം വീട്ടിൽ പോലും കുട്ടികൾ സേഫല്ല എന്ന് പറയുമ്പോഴത്തേനും ആരെയാണ് പിന്നെ വിശ്വസിക്കുക? സ്വന്തം സഹോദരനാണ് ഇതേ കണക്ക് ചെയ്ത ആ ഒരു കുട്ടിയെടുത്ത്. ഇവന് വേണ്ട ശിക്ഷ തന്നെ കിട്ടണം. അതും ബാക്കിയുള്ളവർ ഇതേ കണക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരല്ല. ഇതേ കണക്ക് നമ്മുടെ സമൂഹത്തിൽ വേറെ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഒരു പാഠമായാൽ മാത്രമേ ഇത് നടക്കാതിരിക്കത്തുള്ളൂ. അതിന് ഗവൺമെൻറ് ആ കറക്റ്റായിട്ടുള്ള ശിക്ഷ അവന് കൊടുക്കാൻ ഏർപ്പാടാക്കണം. അതിനുള്ള എല്ലാ തെളിവുകളോടെ തന്നെ അവനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യണം. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അറിയാനൊക്കെ ആഗ്രഹമുണ്ട്. അതൊരു മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. ഓക്കെ, ബൈ.